നമസ്തേ. സുഭാഷിതം. ഉദ്യോഗേ നാസ്തി ദാരിദ്ര്യം ജപതോ നാസ്തി പാതകം മൗനിനഃ കലഹോ നാസ്തി ന ഭയം ചാസ്തി ജാഗ്രതഃ. ഇതിൻ്റെ അർത്ഥം പറയുന്നത് ഉദ്യോഗേ നാസ്തി ദാരിദ്ര്യം, പ്രയത്നിക്കുന്നവന് ദാരിദ്ര്യമില്ല, ജപിക്കുന്നവന് പാപമില്ല, മൗനിക്ക് ആരോടും കലഹമില്ല, ജാഗ്രതയോടെ ഇരിക്കുന്നവന് ഭയത്തിന് അവകാശമില്ല. അപ്പോൾ ഉദ്യോഗം, വളരെയധികം പ്രയത്നിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല, പ്രയത്നത്തിൻ്റെ ഫലം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ ദാരിദ്ര്യം വരുന്നത്? ഒരിക്കലും ദാരിദ്ര്യം വരില്ല. പ്രയത്നിക്കുന്നവന് ഒരിക്കലും ദാരിദ്ര്യമില്ല. പിന്നെ പറയുന്നത് ജപിക്കുന്നവന് പാപമില്ല. ജപ കാര്യങ്ങൾ, അവർക്കൊരിക്കലും ജപകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള അർത്ഥം നമുക്ക് വേണമെങ്കിൽ അതിനെ കൊടുക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് ജപിക്കുന്നവന് പാപമില്ല. ജപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സമയം വേണം. സമയം എന്ന് ഉദ്ദേശിച്ചത് ജപം നടത്തണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മനസ്സ് വേണം. നമ്മൾ മറ്റുള്ള പാപകൃത്യങ്ങൾ ചെയ്തേച്ച് പോയി ജപിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ആ പാപകൃത്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പാപങ്ങൾ ചെയ്യാറില്ല. അങ്ങനെയുള്ളവർക്ക് ജപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും പാപത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ മൗനിക്കാരോടും കലഹമില്ല. മൗനി എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ആവശ്യമില്ലാതെ കോലാഹലങ്ങളിൽ ഇടപെടാതെ മൗനമായിട്ടിരുന്നാൽ അവർക്ക് ഒരിക്കലും കലഹമില്ല. ഒരു വിഷയം വരുമ്പം രണ്ട് കൈ കൂട്ടിയടിക്കുമ്പോഴാണല്ലോ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ശബ്ദം ഉണ്ടാവണമെങ്കിൽ രണ്ട് കൈകൾ കൂട്ടിയടിക്കണം. അപ്പോൾ അവിടെ കലഹം ഉണ്ടാവണമെങ്കിൽ ഇത് രണ്ട് കൂട്ടർ അല്ലെങ്കിൽ എതിർ കക്ഷിയോ തമ്മിലുള്ള വഴക്കൊക്കെ ഉണ്ടാവണം. അത് ഒരു കൂട്ടർ മൗനമായിട്ടിരുന്നാൽ അവിടെ ഒരിക്കലും കലഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ജാഗ്രതയോടെ ഇരിക്കുന്നവനെ ഭയത്തിന് അവകാശമില്ല. എല്ലാ കാര്യങ്ങൾക്കും ജാഗ്രതയായിരിക്കും. എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിന് ജാഗരൂകരായി സദാസമയം ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒരാളിന് ഒരിക്കലും ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. ഒരു യാത്രയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനത്തിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിലും അത് വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടിരുന്നാൽ ഒരിക്കലും അവിടെ ഭയത്തിന് അവകാശമില്ല. അതങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിക്കുമോ എന്നൊരു തെറ്റിദ്ധാരണയ്ക്ക് യാതൊരു വിധമായ സാഹചര്യവുമില്ലാതെ അവിടെ ഭയം എന്ന വിഷയം അവനെ ഒരിക്കലും അല്പം പോലും ലവലേശം പോലും പ്രശ്നങ്ങളില്ലാത്ത രീതിയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു സുഭാഷിതത്തിൻ്റെ രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം എല്ലാവരും ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നാണ് ഇവിടെ സുഭാഷിതങ്ങൾ സൂചിപ്പിക്കുന്നത്.